നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 994th day. Today, second sloka of Prathama Skandam, 13th chapter. For details, please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 994 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമ. ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പ്രദാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈത ദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയാൽ വിഭൂദേശനാം നാരായണൻ മന്ദമാറ്റനം. ഓം തത്സത്. ഓം. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ 2ാമത്തെ ശ്ലോകം. യാവദകൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാഗ്രത ജാതീകഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോപരരാമഃ. ഓം തത്സത്. യാവദകൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാഗ്രത ജാതീകഭക്തിർഗോവിന്ദേ തേഭ്യശ്ചോപരരാമഃ. ഓം തത്സത്. പദം പിരിക്കേണ്ടത് യാവത കൃതവാൻ പ്രശ്നാൻ ക്ഷത്ത കൗഷാര വാഗ്രത ജാതീക ഭക്തിർ ഗോവിന്ദേ ജാതീക ഭക്തി ഗോവിന്ദേ തേഭ്യ ച പര ഉപരാമഃ. ഉപരാമഃ. തേഭ്യ ച ഉപരാമഃ. അതായത് ക്ഷത്ത വിതുരർ, കൗഷാരവാഗ്രത മൈത്രേയ മഹർഷിയുടെ മുൻപാകെ. കൗഷാര മൈത്രേയ മഹർഷിയാണ് പറയുന്നത്. യാവത പ്രശ്നാൻ എത്ര ചോദ്യങ്ങളെ കൃതവാൻ ചെയ്തുവോ ഗോവിന്ദേ കൃഷ്ണനിൽ ജാതീക ഭക്തി ഉണ്ടായ ഭക്തി ജാതമായ ഏകാന്ത ഭക്തി ഏകഭക്തിയോട് കൂടിയവനായിട്ട് തേഭ്യ അവയിൽ നിന്നും ഉപരരാമ ച ഉപരമിക്കുകയും ചെയ്തു. അതായത് വിതുരർ മൈത്രേയ മഹർഷിയെ കണ്ടപ്പോൾ ഭഗവാനെക്കുറിച്ച് അനേകം ചോദ്യങ്ങൾ, കർമ്മയോഗം, വ്രതാദികൾ എന്നിങ്ങനെ ബഹുവിഷയങ്ങളെ പറ്റിയുള്ള അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ വിതുരർ മൈത്രേയ മഹർഷിയുടെ ചില മറുപടികൾ, ചില ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ടുള്ള ചില വാക്യങ്ങൾ കേട്ടപ്പോൾ തന്നെ ശ്രീകൃഷ്ണ ഭഗവാനിൽ അത്യധികം ഭക്തിയുണ്ടാവുകയും ആ ഭക്തിയിൽ ലയിച്ചിട്ട് മറ്റുള്ള ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ ഹസ്തിനപുരത്തേക്ക് മടങ്ങുകയും ചെയ്തു. പിന്നീടൊന്നും അറിയേണ്ടതായിട്ടില്ല. ഭഗവാനിൽ ഭക്തി ഉണ്ടായിക്കഴിഞ്ഞാൽ, ഭഗവാനെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അറിയേണ്ടതായിട്ട് ഒന്നുമില്ല എന്നാണ് ഈ ശ്ലോകത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് കുറേ ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പോൾ കുറച്ച് ചോദ്യങ്ങൾക്കുള്ള 2-3 ചോദ്യങ്ങൾക്കുള്ള മറുപടികളിൽ തന്നെ ആ ഭഗവാനിൽ അറിയുകയും ഭഗവാനിലുള്ള ഏകമായിട്ടുള്ള ഭക്തി, അത്രയ്ക്കും ഇതായിട്ടുള്ള ഭഗവാനിലുള്ള ഭക്തി അറിയുകയും ഭഗവാനെ അറിയുകയും ചെയ്തു. പിന്നീട് അറിയേണ്ടതായിട്ടൊന്നുമില്ല എന്ന് കരുതിയിട്ട് മറ്റുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരത്തിന് കാത്തു നിൽക്കാതെ അദ്ദേഹം ഹസ്തിനപുരത്തിലേക്ക് വന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. യാവദകൃതവാൻ പ്രശ്നാൻ അനേകം ചോദ്യങ്ങൾ ചോദിച്ചു. പക്ഷേ ഭഗവാനിലുള്ള ഭക്തി ഉണ്ടായതിനു ശേഷം മറ്റുള്ള ചോദ്യങ്ങൾക്കൊന്നും ഉത്തരത്തിന് കാത്തു നിൽക്കാതെ മടങ്ങി. യാവദകൃതവാൻ പ്രശ്നാൻ ക്ഷത്താ കൗഷാരവാഗ്രത ജാതീക ഭക്തിർ ഗോവിന്ദേ തേഭ്യശ്ചോ ഉപരാമഃ. ഓം തേഭ്യശ്ചോപരരാമഃ. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.